ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PNC MAK BSc നഴ്സിംഗ് 2025 ഫിഫ്ത്ത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറിയതിന് ശേഷം PNC MAK എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ PNC MAKയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിലിവിടെ കൊടുത്തിട്ടുണ്ട് പ്ലീസ് ക്ലിക്ക് ടു സി BSc നഴ്സിംഗ് ഫിഫ്ത്ത് അലോട്ട്മെന്റ്. നിങ്ങൾ ടോക്കൺ അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 16 5 മണി വരെയാണ്. അതിനുശേഷം ഒക്ടോബർ 17 5 മണിക്ക് മുന്നോടിയായിട്ട് തന്നെ കോളേജിൽ പോയി ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ അലോട്ട്മെന്റ് ക്യാൻസലായി പോകുകയാണ് ചെയ്യുന്നത്. അതുപോലെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. പിന്നെ നിങ്ങൾ പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ തുടരേണ്ടതായിട്ടും വരുന്നതാണ്. ആർക്കൊക്കെ ഏതൊക്കെ കോളേജസിൽ കിട്ടിയിട്ടുണ്ട് എന്നൊരു ലിസ്റ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മിക്ക കോളേജസിലും ഒരു സീറ്റുകളൊക്കെ വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നതൊക്കെ ഓരോ കുട്ടികൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അവരിനി അഡ്മിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സീറ്റ് വേക്കൻസി നമുക്ക് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുടെ സീറ്റ് വേക്കൻസി വരികയാണ് എന്നുണ്ടെങ്കിൽ സിക്സ്ത് അലോട്ട്മെന്റ് ഉണ്ടാകുന്നതുമാണ്. നമുക്ക് അതിന്റെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും, ചാനലിൽ കൂടിയും പറയുന്നതായിരിക്കും, അതുപോലെ വെബ്സൈറ്റിലും വരുന്നതായിരിക്കും. പ്രാവശ്യം 414 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട് അലോട്ട്മെന്റ്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം മുന്നോട്ട് പോകുന്തോറും സീറ്റ് വാക്കൻസീസ് കുറവാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ആർക്കൊക്കെ ഏതൊക്കെ കോളേജസിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്, എത്ര ഇൻഡെക്സ് മാർക്കിലാണ് കിട്ടിയിട്ടുള്ളത് എന്നതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. 10,000 rupees ആണ് നിങ്ങൾക്ക് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ഒക്ടോബർ 16 മുന്നേ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം ഒക്ടോബർ 17 നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും അറ്റസ്റ്റഡ് കോപ്പീസും അതുപോലെ കോളേജിൽ വിളിച്ച് ചോദിച്ച് വാക്സിനേഷന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഡോക്യുമെന്റ്സ് ആയിട്ട് ബാക്കി ഫീസോട് ഉൾപ്പെടെ നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി 17 അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് 17 മുന്നോടിയായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഫസ്റ്റ് ഡേറ്റ് വരുന്നത് 17 5 മണിക്കാണ്. അടുത്ത അലോട്ട്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേറ്റ് നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ആരൊക്കെയാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നത്, ആ ഒരു സീറ്റ് വാക്കൻസി ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ സീറ്റ് വാക്കൻസി വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നെക്സ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ജോയിന്റ് ആൻഡ് നോട്ട് ജോയിന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അപ്ഡേഷൻസ് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.